അസ്സലാമു അലൈക്കും. നമ്മളെ നോമ്പിനേക്കുള്ള എല്ലാത്തരം മസാലകളും വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. അതിനായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും കഴുകി ഉണക്കാൻ വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മൾ എടുത്തിട്ട് ഓരോന്നോരോ ഇതിൽ കാര്യമായിട്ട് നമ്മളിന്ന് ചിക്കൻ മസാല ഉണ്ടാക്കുന്ന അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാല, പിന്നെ അങ്ങനെ കുറേ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുക. ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും. മായം ചേർക്കാത്ത നമുക്ക് ഉപയോഗിക്കാനൊക്കെ കഴിയും. അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ വെച്ച് ഉണങ്ങിയതിൻ്റെ ശേഷം ഇതൊക്കെ എടുത്തിട്ട് ഇനി പൊടിക്കാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. ഇത് ബിരിയാണി മസാലയൊക്കെ ഉള്ളതാണ്. ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ആ പാക്കറ്റ് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ മസാലേൻ്റെ പരിചയപ്പെടാം കേട്ടോ. അതിനായിട്ട് നമ്മൾ കറി ലീഫ് ഉണ്ടല്ലോ, കറി ലീഫ് നല്ല ഫ്രഷ് കറി ലീഫ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തതിന് ശേഷം അത് സൂക്ഷിക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. ഉണക്കിയിട്ട് പിന്നെ നമ്മൾ വറുക്കും ചെയ്തിട്ടൊന്ന്, അപ്പോൾ നന്നായിട്ട് നെരിഞ്ഞിട്ട് വരും. അപ്പോൾ അതിന് നമുക്ക് ചിക്കൻ മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഫസ്റ്റ് വറ്റൽമുളക് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക. പിന്നെ ഏലക്കായ, പിന്നെ കുരുമുളക്, പിന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, മല്ലി, പച്ചമല്ലിയാണ്, പിന്നെ കറി ലീഫ്, പിന്നെ തക്കോലം, ജാതിപത്രി, പിന്നെ പെരുംജീരകം, നല്ല ജീരകം, ഉലുവ, കറുവപ്പട്ടൻ്റെ ഇലാണ്. ഇതോരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കട്ടോ. ഫസ്റ്റ് നമ്മൾ തക്കോലും, പിന്നെ ജാതിപത്രി, കറുവപ്പട്ട, ഏലക്കായ, ഇതെല്ലാം കൂടി ഒന്ന് വെറുതെ ഇങ്ങനെ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴാണ് ആ സ്മെല്ലൊക്കെ ഒന്ന് വരിക. പിന്നെ നമുക്ക് സൂക്ഷിക്കാനുള്ളതാണ്, നന്നായിട്ട് പൊടിഞ്ഞും കിട്ടും കേട്ടോ. അതിനായിട്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ വറ്റൽമുളക് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഒക്കെ ചെറുങ്ങനെ ചൂടാക്കിയാൽ മതി. പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ നമ്മളെ കറി ലീഫ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് പൊടിയുന്ന ആ അവസ്ഥ വരെ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഉണങ്ങിയിട്ട് തന്നെ ഉണ്ട്, എന്നാലും ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയാൽ കുറച്ചും കൂടെ സ്മെല്ലൊക്കെ ഒന്ന് വരും. പിന്നെ നമ്മളെ മല്ലി, കുരുമുളക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചിട്ടാണ് ചൂടാക്കുന്നത്. അടുത്തത് നമ്മളെ പെരുംജീരകം, ചെറിയ ജീരകം, ഉലുവ, പിന്നെ ഗ്രാമ്പൂൻ്റെ, കറുവപ്പട്ടൻ്റെ ഇല എല്ലാം പാടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ടൊക്കെ ഒന്ന് തണിഞ്ഞതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്കിത് മായം ചേർക്കാത്തതാവും ചെയ്യും. നന്നായിട്ട് കഴുകി ഉണക്കി നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെതായ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല സാധനം നമുക്ക് കഴിക്കുകയും ചെയ്യേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ടുള്ള കുരുമുളക്, അതായത് പിന്നെ ബിരിയാണി മസാല, അതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പോവുകയാണേ. ഫസ്റ്റ് ബിരിയാണി മസാല ആണ് ഇനി പൊടിക്കുന്നത്. ബിരിയാണി മസാല അത് നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിന് വാങ്ങിയതാണ്. അതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ പറയുന്നില്ല. ബിരിയാണി മസാല പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ളത് നമ്മൾ കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം അത് പൊടിച്ച് വെക്കുകയാണ്. അതും പൊടിച്ചെടുത്ത് ശേഷം നമ്മൾ കുരുമുളക് പൊടിച്ചെടുക്കുകയാണ്. ഓരോ ആവശ്യത്തിന് നമ്മൾ ഇത് മാത്രം ചേർക്കേണ്ട ഓരോന്നും ഉണ്ടാക്കേണ്ടതുണ്ടാവുമല്ലോ. അപ്പം അതിനായിട്ട് ഓരോന്ന് നമുക്ക് പെപ്പർ പൗഡറിൻ്റെ ആവശ്യത്തിന് പെപ്പർ പൗഡർ, പെരുംജീരകത്തിൻ്റെ ആവശ്യത്തിന് അത് മാത്രം ഇടേണ്ട ഓരോ ഇത് നമ്മൾ ഉണ്ടാക്കുമല്ലോ.
അപ്പം അതിനായിട്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ടും അതും പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അതും. പിന്നെ അടുത്തതായിട്ട് ഏലക്കായ പൊടിക്കുകയാണ് കേട്ടോ. അത് നമുക്ക് ഏലക്കായ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടാണ് കേട്ടോ പൊടിക്കുന്നത്. നമ്മൾ മധുരമുള്ള എന്തുണ്ടാക്കുമ്പോഴും നമുക്കിത് ഒരു നുള്ളിട്ടാൽ മതി. ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്താൽ നല്ല ഫ്ലേവറും കിട്ടും കേട്ടോ. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ എടുത്തിട്ട് കുത്തിയിട്ടിട്ടാണല്ലോ ചെയ്യുക. അപ്പം ഇതിൻ്റെ ഫ്ലേവർ തീരെ കിട്ടൂല കേട്ടോ. നമുക്കിത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. ഒരു നുള്ളെടുത്തിട്ടിട്ടാൽ മതി. നമ്മൾ തരി കാച്ചുക, പിന്നെ എന്തെങ്കിലും മധുരമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞും കിട്ടും ഇങ്ങനെ പഞ്ചസാര ചേർത്തിട്ട് പൊടിക്കുമ്പോൾ. അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടില്ല, നന്നായിട്ട് ചതയ്ക്കും വേണം. നമുക്ക് കുറേ 2-3 ഏലക്കായൊക്കെ ആവശ്യം വരും. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. എന്നാൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.